നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഡൽഹിയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് NSUI പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ 4 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്ന ഈ നിമിഷം ഡൽഹിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി PR അരവിന്ദ് തത്സമയം ചേരുന്നു. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. അരവിന്ദ്, ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 22 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ പരീക്ഷ റദ്ദ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം, അത് എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്ന എത്രയോ തവണയാണ് ഇങ്ങനെ ചോദ്യപേപ്പർ ചോരുന്നത്. ഇതിനൊക്കെ ഒരു ഫാൾ പ്രൂഫായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയോട് ചെയ്യുന്ന നീതികേടായിട്ട് ഞാൻ കാണുന്നു. ഗുഡ് മോർണിംഗ്, പറയൂ അരവിന്ദ്. ഗുഡ് മോർണിംഗ് SK. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ്. കാരണം ഇത് ആദ്യമായല്ല നീറ്റ് പരീക്ഷയിൽ ഇത്തരം ഒരു ക്രമക്കേട് നടക്കുന്നത്. 2024 സമാനമായ രീതിയിൽ ആ ചോദ്യപേപ്പർ ചോരുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വിധേയമാവുകയും ചെയ്തിരുന്നു. പക്ഷേ 2026 എത്തിയപ്പോഴും സമാനമായ സാഹചര്യം ആവർത്തിക്കുകയാണ്. മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കുകയും അടുത്ത മാസം 21 പരീക്ഷ വീണ്ടും നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ ഓൺലൈനായി പരീക്ഷ നടത്തുമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുമ്പോഴും 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. 4 വിദ്യാർത്ഥികളാണ് ഈ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തത്. പരീക്ഷ മികച്ച രീതികളിൽ വിദ്യാർത്ഥികൾ എഴുതിയിരുന്നുവെന്നും അവർക്ക് ഈ പരീക്ഷ മാറ്റിവെച്ച ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിച്ചില്ല എന്നതാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിൽ 2 പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസിന്റെ സംഘടനകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. NSUIയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് ഡൽഹിയിൽ നടത്തും. ഈ നീറ്റ് പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥികളെ അടക്കം അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ നടത്തുക. കാരണം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വലിയ വീഴ്ചകൾ വരുത്തുന്നു എന്ന് തന്നെ ആരോപിക്കുകയാണ്. കാരണം ഒരിക്കൽ ഒരു വീഴ്ച വന്നു, പക്ഷേ വീണ്ടും ആ വീഴ്ച ആവർത്തിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണ് ഇതിലൂടെ വ്യക്തമായതെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് CBI അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തുവെന്നും CBI വ്യക്തമാക്കിയിരുന്നു. ആ പൂനെയിൽ നിന്നൊരു കെമിസ്ട്രി അധ്യാപകനാണ്. ഈ NTA ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. ഇയാൾ ചോദ്യപേപ്പർ ചോർത്തുകയും പിന്നീട് തന്റെ വസതിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്കടക്കം ആ സ്പെഷ്യൽ കോച്ചിങ് നടത്തി എന്നതാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. 7 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നും CBI പറയുന്നു. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികളടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചോദ്യപേപ്പർ ചോർച്ച. കാരണം വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള പരിശീലനമാണ് പല വിദ്യാർത്ഥികളും ഈ പരീക്ഷയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ മികച്ചൊരു പ്രകടനം കഴിഞ്ഞ പരീക്ഷയിൽ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ അവർക്ക് ആ പുതിയതായി നടത്താൻ പോകുന്ന പരീക്ഷയിൽ എങ്ങനെയായിരിക്കും അവർ പ്രകടനം കാഴ്ചവെക്കുക എന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് രാജ്യത്തെ വിദ്യാർത്ഥികളുള്ളത്. പക്ഷേ അടുത്ത വർഷം മുതൽ പരീക്ഷ കുറ്റമറ്റതാക്കുമെന്നുള്ള വാദം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.